ആരംഭിച്ചിട്ടുണ്ട്. കുറുപ്പുംപടി പോലീസാണ് കേസ് ഓൺലൈൻ അന്വേഷിക്കുന്നത്. തട്ടിപ്പിനിരയായ മറ്റൊരു വിധു വൈറ്റ്ല നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. വിധു, സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പിൽ കുരുങ്ങി ഇപ്പോൾ ഒരു ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുകയാണ്. താങ്കളും ഇത്തരത്തിലൊരു തട്ടിപ്പിന് ഇരയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നു സംഭവം? ഹലോ. ഞാനപ്പം വൈറ്റ്ലയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു 2022 ഒരു മെയ് 21 ഇത്. അപ്പോൾ ഞാനപ്പം പ്ലേ സ്റ്റോറിൽ നോക്കിയിട്ട് ഹാൻഡി ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു ഓൺലൈൻ പെട്ടെന്ന് തന്നെ നമുക്കപ്പോൾ ആരുടെയും ഒരു കടം വാങ്ങിക്കണ ഒരു നാണക്കേട് വേണ്ടല്ലോ വെച്ചിട്ട് എനിക്ക് തോന്നും 500 അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുള്ളൂ. ഒരു 5000 ബിലോ ആണ് ഞാൻ പേയ്മെന്റ് എടുത്തത്. അപ്പം 7 ഡേയ്സിനുള്ളിൽ റീപേയ്മെന്റ് ഫുൾ ചെയ്താൽ മതി എന്ന് വെച്ചു. ഞാനത് കറക്റ്റ് 6th ഡേ ആയപ്പോൾ തന്നെ കണ്ടിന്യൂസ് നമുക്കിങ്ങനെ കോൾസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ ഓഫീസിലായിരുന്നു, മീറ്റിംഗിലായിരുന്നു. അപ്പം എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇവരുടെ വന്ന കോളുകൾ ഇങ്ങനെ മെസ്സേജസ് ഹിന്ദിയിൽ ഇങ്ങനെ കുറേ വരുമ്പം ജെനുവിൻ ആണോ ഇത് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ നമ്പർ കട്ട് ചെയ്ത് വിട്ടു. അപ്പം തന്നെ പിന്നെ വരുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നു എൻ്റെ കോള് കട്ട് ചെയ്തു. അപ്പം ഞാനിപ്പം കാണിച്ചു തരാം നിങ്ങളുടെ ഫോൺ. ഞാൻ ഓൾറെഡി നമ്മുടെ ആധാറും പാനൊക്കെ അവർക്ക് സ്കാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തെക്കണ ഡീറ്റെയിൽസ് എനിക്ക് സ്ക്രീൻഷോട്ട്സ് എല്ലാം എനിക്ക് വാട്സപ്പിൽ വന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കോൺടാക്ട്സ് ഫുൾ ഇവരുടെ കയ്യിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം തന്നെ പേയ്മെന്റ് അടക്കണം. അപ്പം ഞാൻ പറഞ്ഞു നാളെ അല്ലേ ഡേറ്റ്, നാളെ ഞാൻ മോർണിംഗ് അടച്ചോളാം എന്ന് പറയുന്നതിന് മുമ്പ് ഇനി ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരെൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്തുവാണ് ഇങ്ങനെ ഞാനിങ്ങനെ ഇൻസ്റ്റന്റ് ലോൺ എടുത്തു, എന്നിട്ട് പേയ്മെന്റ് ചെയ്യാൻ വഴിയില്ല, അതുകൊണ്ട് ഞാനാണെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു അവർ പറഞ്ഞു അമ്മയും പെങ്ങളൊക്കെ ഞാനിങ്ങനെ വിൽക്കാൻ റെഡിയാണ് ഈ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരുവാൻ തന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും കൂടി കൂടിയിട്ട് ഇങ്ങനെ 3 ഡിഫറെന്റ് ലാംഗ്വേജസിൽ അയച്ചിട്ട് എനിക്കത് അയച്ചു തന്നു. എന്നിട്ട് ആ ഒരു 2 മിനിറ്റ്സ് അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വെച്ച് തുടങ്ങുന്ന എൻ്റെ കോളീഗ്സ് അമ്മ ഉൾപ്പെടെ എല്ലാവർക്കും ഈ മെസ്സേജ് പോയി. അപ്പൊ തന്നെ എല്ലാവരും എന്നെ വിളിച്ചു തുടങ്ങി എന്താണിത് എന്ന് ചോദിച്ചിട്ട്. അപ്പം എനിക്ക് എന്താ പറയുക കുറച്ചു നേരത്തേക്ക് ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ എന്തായാലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ എനിക്ക് എൻ്റെ പേയ്മെന്റ് ഉണ്ടായിരുന്നു. വെറുതെ ഈ ഒരു 5000 എടുക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ അത്ര എമർജൻസി അല്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് അപ്പം തന്നെ പേയ്മെന്റ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഇല്ലേ ഇവരെനിക്കൊരു സാമ്പിൾ വീഡിയോ പോലെ അയച്ചായിരുന്നു. എൻ്റെ ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഇതായിട്ട് അവർ വീഡിയോ ഉണ്ടാക്കണതിന്റെ സംഭവങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ട് അവരത് ഡിലീറ്റ് ചെയ്തു. പക്ഷെ അവർ ഓട്ടോ ഡിലീറ്റഡ് ആയിരുന്നു അവരുടെ മെസ്സേജസ്. പക്ഷെ ഞാനതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു മരട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. പേയ്മെന്റ് ചെയ്തിട്ട് പിന്നെ അവരെന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഹാൻഡി ലോൺ എന്നുള്ള സംഭവം പിന്നീട് കണ്ടില്ലായിരുന്നു ഞാനത് പ്ലേ സ്റ്റോറിൽ. അങ്ങനത്തെ അതായപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരത്തേക്ക് ആയെങ്കിലും ഞാൻ വിചാരിച്ചു ഇത് നമ്മളറിയുന്ന പക്ഷെ നമ്മുടെ കോണ്ടാക്ട്സിൽ നമ്മൾ അറിയാത്ത കുറെ പേരുടെ കോണ്ടാക്ട്സ് ഉണ്ടാവും. അപ്പം എല്ലാവരോടും ഇതൊന്നും പറയാൻ പറ്റില്ല. മേ ബി എനിക്ക് ആ സമയത്ത് കോൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ മേ ബി ഇതേപോലെ തന്നെ എൻ്റെ വീഡിയോ വന്നേനെ. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എല്ലാം ഞാൻ ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് അവിടെ ഒരു ഫയലായിട്ട് കേസ് ഉണ്ട്. ഓക്കെ. ഈ പോലീസിൽ പരാതി നൽകി എന്ന് പറഞ്ഞല്ലോ, പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റുള്ള നടപടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? അല്ല, അവര് ഇങ്ങനെ ഒരു ഇപ്പൊ അവര് പറയുന്ന അവർക്ക് അങ്ങനെ ലോണുകൾ അങ്ങനെ കുറെ ഇതുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ മാമൊക്കെ എന്തിനാണ് അങ്ങനെ പോയി തല വെച്ച് കൊടുത്തതെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഫോൺ ഇങ്ങനെ ഹാക്ക് ചെയ്തത് വിധമാണ് അവര് റെസിപ്റ്റ് നമ്പർ ഉൾപ്പെടെ എൻ്റെ ഇപ്പോഴും അതിന്റെ ഞാൻ ഫോട്ടോ എടുത്ത് കോപ്പി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു അവർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു സെയിം അവരുടെ ഇപ്പം ഞാൻ ചെല്ലുമ്പം ഒരു ലേഡി ഇങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വൈഫിന് ഇങ്ങനെ അവരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഉൾപ്പെടെ പോയി. അവർക്ക് പേയ്മെന്റ് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. മേ ബി നമ്മുടെ അപ്പം ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇറങ്ങിയില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ 6 നമ്പേഴ്സിലൊക്കെയാണ് അവർ ആ ഒരു ഡീറ്റെയിൽസ് വെച്ച് തുടങ്ങുന്നത്. അവർ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരുമിച്ച് അയച്ചത്. അപ്പോൾ എല്ലാവരോടും എനിക്കത് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. എനിക്ക് മൊത്തത്തിൽ നമ്മുടെ ഫാമിലിയിലൊരു വിഷയമായി. എന്താ വെച്ചാൽ മീൻസ് ഇതെന്താണ് ഇങ്ങനെയെന്നുള്ള ഒരു ഇതിൽ വരും. അപ്പൊ അത് മേ ബി ആ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പോലീസിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഇതേപോലെ എപ്പോഴും വരുന്നുണ്ട്, നിങ്ങളൊന്നും അതിൽ പെടാതിരിക്കുക എന്നുള്ള രീതിയിലൊരു ഉപദേശം തന്നിട്ട് വിട്ടു തന്നെ. ശരി, വളരെ നന്ദിയുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. Oxygen New Gen Autumn Offer. Smartphone